ഹലോ. അപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലേൺ ടാലി സോഫ്റ്റ്വെയർ ഇൻ സിമ്പിൾ മെത്തേഡ്. ഡെബിറ്റും ക്രെഡിറ്റും ഒരു പ്രശ്നമാണ് എല്ലാവർക്കും, അല്ലെങ്കിൽ ജേണൽ എൻട്രി വളരെയധികം പ്രശ്നമാണ്. ഞാനിത് പറയാൻ കാരണം നമ്മുടെ 2 എപ്പിസോഡ് കഴിഞ്ഞപ്പം എന്നോട് പലരും കമൻറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അവർക്കെല്ലാവർക്കും വേണ്ടി അക്കൗണ്ടിങ് ബേസിക്സ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. അതൊക്കെയാലും കുറച്ച് അക്കൗണ്ടിങ് ബേസിക്സ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി ടാലിയുടെ മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ബുക്കും പേനയും ഒക്കെ തയ്യാറാക്കി വെക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതി വെക്കുക. അക്കൗണ്ടിങ് എന്താണ്, ഡെബിറ്റും ക്രെഡിറ്റും എന്താണ്. അപ്പം ഡെബിറ്റും ക്രെഡിറ്റും എന്നൊക്കെ പറഞ്ഞാൽ റിസീവിങ് കൺസെപ്റ്റ് ആൻഡ് ഗിവിങ് കൺസെപ്റ്റ്, ഇൻക്രീസിങ് ഡിക്രീസിങ്, അങ്ങനെ പല പല അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ചെറിയ ഷോർട്ട് കട്ട് മെത്തേഡിലേക്ക് നമുക്ക് പോവാം. അപ്പം അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്ക് എങ്ങനെ ഒരു ജേണൽ എൻട്രിയിലേക്ക് എത്താമെന്നുള്ളതിനെക്കുറിച്ചും എന്ത് ഒരു ട്രാൻസാക്ഷൻ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയുന്നത്. അപ്പം ഞാൻ ഷിയാബാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ്? Accounting, the process of recording, classifying, summarizing, analyzing and interpreting the financial transaction and communicating the result thereof to the persons interested in such information. റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക ആൻഡ് ഇൻ്റർപ്രിറ്റ് ചെയ്യുക. ഇതാണ് മെയിനായിട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമുക്കൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണെന്ന് റെക്കോർഡ് ചെയ്യും. ദെൻ അത് ക്ലാസിഫൈ ചെയ്യും, ഒന്നുകൂടെ സെപ്പറേറ്റ് ചെയ്യും. ദെൻ അതിൽ നിന്ന് ബാലൻസ് ബേസ് ചെയ്തിട്ട് സമ്മറൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അനലൈസ് ചെയ്യും. നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ പറഞ്ഞ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിൻ്റെയൊക്കെ ഫോമാറ്റ് ഓർക്കുന്നുണ്ടോ? അതൊക്കെ അനലൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അടുത്ത ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അക്കൗണ്ടിങ് പ്രോസസ്സ് എന്താണ്? ഐഡൻറ്റിഫൈയിങ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ. നമ്മളൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ട്രാൻസാക്ഷൻ ഉണ്ടാവും. ഞാൻ ക്യാഷ് കൊടുത്തിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, നമ്മൾ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നു ഇല്ലേ, അതേപോലെ സാലറി പേ ചെയ്യുന്നു, റെൻറ്റ് പേ ചെയ്യുന്നു, അഡ്വർടൈസ്മെൻറ്റ് പേ ചെയ്യുന്നു, അങ്ങനെ പല പല എക്സ്പെൻസുകൾ പേ ചെയ്യലും ഇൻകം റിസീവ് ചെയ്യുന്നതിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഐഡൻറ്റിഫൈയിങ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ. സെക്കൻഡ് വൺ ഈസ് റെക്കോർഡിംഗ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ. റെക്കോർഡ് ചെയ്യുന്നു. ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിന് പറയുന്ന പേരാണ് ജേണൽ. രണ്ടാമത് ക്ലാസിഫൈയിങ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ. ഈ ജേണലിൽ നിന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യും, അത് അടുത്ത ബുക്കിലേക്ക് എഴുതി വെക്കും. ഇറ്റ് ഈസ് നോൺ ആസ് ലെഡ്ജർ. ദെൻ സമ്മറൈസിങ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പോലെയുള്ള കാര്യങ്ങളാണ്. ദെൻ ഇൻ്റർപ്രിറ്റിംഗ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ. മീനിങ് ഫുൾ ജഡ്ജ്മെൻറ്റിലേക്ക് എത്തും. നമ്മുടെ ഫേം നല്ല ഹെൽത്തി ആണോ, നല്ല പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുന്ന ഫേമാണോ, ഹിസ്റ്റോറിക്കൽ റെക്കോർഡൊക്കെ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഞാൻ ജസ്റ്റ് ഒരു ബേസ് കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 2-3 കാര്യങ്ങൾ പറയാം. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നമുക്ക് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് എത്ര അക്കൗണ്ട്സുകൾ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിലേക്കാണ് നമ്മൾ ഇനിയും പോകുന്നത്. നമ്മൾ 2 അപ്രോച്ചിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുവാണ്. അമേരിക്കൻ അപ്രോച്ച് ഓർ മോഡേൺ അപ്രോച്ച് എന്നും ഇംഗ്ലീഷ് അപ്രോച്ച് ഓർ ട്രഡീഷണൽ അപ്രോച്ച് എന്നുമാണ് പറയുന്നത്. ഇപ്പോഴത്തെ എല്ലാ ഫോറിൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലും അമേരിക്കൻ അപ്രോച്ച് പോലെയുള്ള കാര്യങ്ങളാണ്. അസറ്റ്സ് എന്താണ്, ലയബിലിറ്റി എന്താണ്, ക്യാപിറ്റൽ എന്താണ്, എക്സ്പെൻസ് എന്താണ്, ഇൻകം എന്താണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ട്രഡീഷണൽ അപ്രോച്ചിലാണെങ്കിൽ 3 അക്കൗണ്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് ട്രാൻസാക്ഷൻസ് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഓരോന്നിനും ഓരോ റൂളുണ്ട്. ആ റൂൾ അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു വഴി കൂടെ നടന്നു പോവുകയാണെങ്കിൽ വലതു ഭാഗത്തുകൂടെ നടക്കണം. വാഹനം ഓടിക്കുകയാണെങ്കിൽ ഇടതുഭാഗം ചേർത്ത് ഓടിക്കണം. ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കാണുവാണെങ്കിൽ, എൻജോയ് ചെയ്യുവാണെങ്കിൽ അതിനുമുണ്ട് നിയമം ഇല്ലേ. ചെസ്സ് കളിക്കുന്നതിനും അതിനുമുണ്ട് നിയമം. ഇതൊക്കെ അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊരു അമേരിക്കൻ അപ്രോച്ച് ആൻഡ് മോഡേൺ അപ്രോച്ച്, ഇംഗ്ലീഷ് അപ്രോച്ച് ആൻഡ് ട്രഡീഷണൽ അപ്രോച്ച്, ഇങ്ങനെ 2 മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ. അക്കൗണ്ട്സ് എന്താണെന്ന് പറയുവാണ്. അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു എനിത്തിങ്, എന്തുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാം. ഞാനിവിടെ അക്കൗണ്ട്സിനെ 2 രീതിയിലേക്ക് പറയുകയാണ്. പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ. പേഴ്സണൽ അക്കൗണ്ടും ഇംപേഴ്സണൽ അക്കൗണ്ടും. പേഴ്സണൽ അക്കൗണ്ടിൽ നാച്ചുറൽ പേഴ്സൺ എന്നും ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നും റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ എന്നും പറയും. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ടിനെ 3ആയിട്ട് നമ്മൾ മാറ്റിയാൽ എന്തൊക്കെയുണ്ട്? നാച്ചുറൽ പേഴ്സൺ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ. നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നെയിം. ഷിഹാബ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ പേഴ്സണാണ്. നിങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ പേഴ്സൺ ആണ്. പക്ഷെ നമ്മൾ 2 പേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മാറി, ഗ്രൂപ്പായി. അപ്പം ഗ്രൂപ്പോ അല്ലെങ്കിൽ
ആ രീതിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, പാർട്ട്ണർ ഉണ്ടാവണം. ഒരു കമ്പനി തുടങ്ങണം, പാർട്ട്ണർഷിപ്പ് ഫേമിലായിരിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവണം, ഇല്ലേ? അപ്പോൾ ഒരുപാട് പേരായി. ബാങ്ക്, ഒരുപാട് ആളുകളുടെ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്ക് ഉണ്ടാവുള്ളൂ. അപ്പം ഒരുപാട് പേരുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ദെൻ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ, ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ് പോലെയുള്ള കാര്യങ്ങൾ. നിങ്ങളൊരു എംപ്ലോയർ ആണ്, നിങ്ങളുടെ എംപ്ലോയിക്ക് നിങ്ങൾ സാലറി കൊടുക്കുന്നു, ഒരു മാസം സാലറി കൊടുത്തില്ല, അപ്പോൾ ആ സാലറി കൊടുക്കാനുണ്ട്. ഇറ്റ് മീൻസ് സാലറി ഔട്ട്സ്റ്റാൻഡിങ് ടു എ പേഴ്സൺ, ഇറ്റ് മീൻസ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ. ഓക്കെ. ഇംപേഴ്സണൽ, അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് റിയൽ, ഒന്ന് നോമിനൽ. റിയൽ അക്കൗണ്ട് എന്നും നോമിനൽ അക്കൗണ്ട് എന്നുമാണ് പറയുന്നത്. അപ്പം റിയൽ അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങൾ അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ക്യാഷ്, ഫർണിച്ചർ, മിഷനറി, ലാൻഡ്, ബിൽഡിംഗ്, ഇതൊക്കെ ടാഞ്ചിബിൾ റിയൽ അക്കൗണ്ട് എന്നറിയപ്പെടും. അതുകൂടാതെ ഇൻടാഞ്ചിബിൾ റിയൽ അക്കൗണ്ട് ഉണ്ട്, കോപ്പി റൈറ്റ്, പേറ്റന്റ് റൈറ്റ് പോലെയുള്ള കാര്യങ്ങൾ. നോമിനൽ അക്കൗണ്ടിൽ വരുന്നത് എക്സ്പെൻസസ് ആൻഡ് ഇൻകം ആണ്. സാലറി, റെൻറ്റ്, കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ട് പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ മൂന്ന് കാര്യങ്ങൾ: പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഇത് വെച്ചിട്ടൊരു കാര്യം നമ്മൾ പറയാൻ പോവാണ്. ഇതിനൊക്കെ ഓരോ റൂളുണ്ട്. ഏതിനൊക്കെയാണ്? പേഴ്സണൽ അക്കൗണ്ടിന് റൂളുണ്ട്, റിയൽ അക്കൗണ്ടിന് റൂളുണ്ട്, നോമിനൽ അക്കൗണ്ടിന് റൂളുണ്ട്. പേഴ്സണൽ അക്കൗണ്ട് റൂൾ പറയാം. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. നിങ്ങളുടെ ഫേമിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു, നിങ്ങൾ ഒരാൾക്ക് ക്യാഷ് കൊടുക്കുന്നു. ക്യാഷ് കൊടുക്കുന്ന ആൾക്കാണ്, ആ വ്യക്തിക്കാണ്, ഇല്ലേ? അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് രണ്ട് അക്കൗണ്ട്സ് എപ്പോഴും ഉണ്ടാവും. അത് ഓർത്തിരിക്കുക. ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് ഇപ്പോൾ രണ്ട് അക്കൗണ്ട്സ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ക്യാഷ് പെയ്ഡ് ടു മെസ്സേഴ്സ് വനിത. വനിത എന്ന ഫേമിന് നമ്മൾ ക്യാഷ് കൊടുത്തു. ആര് കൊടുത്തു? നമ്മൾ കൊടുത്തു എന്നാണ് നമ്മൾ മീൻ ചെയ്യേണ്ടത് കേട്ടോ. എല്ലാം നമ്മുടെ ഫേമിൻ്റെ അക്കൗണ്ട്സ് എന്നുള്ള രീതിയിൽ മനസ്സിലേക്ക് വരും. അപ്പം പെട്ടെന്ന് നമുക്കിതിലേക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഒരു ഷോർട്ടാണ്. ക്യാഷ് പെയ്ഡ് ടു വനിത. നിങ്ങൾ ക്യാഷ് കൊടുത്തു. ആർക്ക് കൊടുത്തു? വനിതയ്ക്ക് കൊടുത്തു. അപ്പം രണ്ട് അക്കൗണ്ട്സ് ഇതിനകത്തുണ്ട്, ഈ ട്രാൻസാക്ഷൻ്റെ അകത്തുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ക്യാഷ്, രണ്ടാമത്തത് വനിത. ക്യാഷ് എന്ന് പറയുന്നത് റിയലാണ്, ശരിയല്ല? നേരത്തെ നമ്മൾ പറഞ്ഞു ക്യാഷ്, ഫർണിച്ചർ, മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ് ഒക്കെ എന്ത് വന്നാൽ റിയലാണ്. വനിത പേഴ്സണൽ അക്കൗണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അല്ലേ? വനിത ഈസ് ദ റിസീവർ. ഈ റൂളുമായിട്ട് നോക്കി, ഡെബിറ്റ് ദ റിസീവർ. നിങ്ങൾ ക്യാഷ് കൊടുത്തപ്പോൾ വനിത എന്ത് ചെയ്തു? റിസീവ് ചെയ്തു. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അപ്പോൾ ഡെബിറ്റ് വനിത അക്കൗണ്ട്. വനിത ഈസ് ദ റിസീവർ, സോ വനിത അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. നെക്സ്റ്റ് വൺ ഈസ് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിന് റൂൾ ഉണ്ട്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഫർണിച്ചർ, ക്യാഷ്, മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ്, ഗുഡ് വിൽ, കോപ്പി റൈറ്റ്, പേറ്റന്റ് റൈറ്റ്, എക്സെട്ര, ഇതൊക്കെ വരും. ഇതേ ട്രാൻസാക്ഷൻ തന്നെ ഞാൻ പറയാം. ക്യാഷ് പെയ്ഡ് ടു വനിത. നിങ്ങളുടെ ഫേം ക്യാഷ് പേ ചെയ്തു. ട്രാൻസാക്ഷൻ്റെ അകത്ത് രണ്ട് അക്കൗണ്ട്സ്, ക്യാഷ്, വനിത. ക്യാഷ് റിയൽ അക്കൗണ്ട്, വനിത പേഴ്സണൽ അക്കൗണ്ട്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് ഒരാൾക്ക് കൊടുത്തപ്പം കംസ് ഇൻ ആണോ ഗോസ് ഔട്ട് ആണോ? യെസ്, ക്യാഷ് ഗോസ് ഔട്ട് ഫ്രം ദി ഫേം. സോ ക്യാഷ് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ്. നെക്സ്റ്റ് വൺ ഈസ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിനും റൂൾ ഉണ്ട്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. സാലറി, റെൻറ്റ്, കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ട് ഒക്കെയാണ് ഇതിൽ വരുന്നത്, നോമിനൽ അക്കൗണ്ടിൽ വരുന്നത്. ക്യാഷ് പെയ്ഡ് ഫോർ അഡ്വർടൈസ്മെൻറ്റ്. നിങ്ങളുടെ ഫേം അഡ്വർടൈസ്മെൻറ്റിനായിട്ട് ക്യാഷ് കൊടുത്തു. രണ്ട് അക്കൗണ്ട്സ് ഏതൊക്കെയാണ് വരുന്നത്? യെസ്, ക്യാഷും അഡ്വർടൈസ്മെൻറ്റും. ക്യാഷ് ഏത് നേച്ചറാണ്? റിയൽ. അഡ്വർടൈസ്മെൻറ്റ് നോമിനൽ. നോക്കൂ, റൂള് നോക്കൂ. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, ഇല്ലേ? അപ്പം അഡ്വർടൈസ്മെൻറ്റ് ഈസ് ദി എക്സ്പെൻസ്, ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈ റൂൾസ് എഴുതി വെക്കുക ഒരു പേപ്പറിലേക്ക്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് എന്ന് എഴുതി വെച്ചിട്ട് ഈ ഒരു റൂള്, ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ, റിയൽ അക്കൗണ്ട്, ഓരോന്നും എഴുതി വെക്കുക. അതിൻ്റെ എക്സാമ്പിൾസും എഴുതി വെക്കുക. ഇനി നമ്മളൊരു വർക്കൗട്ട് ചെയ്യാൻ പോവാം. അസൈൻമെൻറ്റ് നോക്കുക. ട്രാൻസാക്ഷൻ, നിങ്ങളൊരു പേപ്പറിൽ ഹെഡ് കൊടുക്കുക. ട്രാൻസാക്ഷൻസ്, അക്കൗണ്ട് ഇൻവോൾവ്ഡ്, നേച്ചർ ഓഫ് അക്കൗണ്ട്, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എഴുതി, പെയ്ഡ് സാലറി. ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് എത്ര അക്കൗണ്ട്സ്? 2. നിങ്ങൾ ഫേം
സാലറി പേ ചെയ്തു. എന്തായിട്ട് പേ ചെയ്തു? ക്യാഷ് ആയിട്ട്. അപ്പോൾ രണ്ട് അക്കൗണ്ട്സ് ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് സാലറി, ഒന്ന് ക്യാഷ്. മനസ്സിലായോ? സാലറി ഏത് നേച്ചർ ഓഫ് അക്കൗണ്ടാണ്, ക്യാഷ് ഏത് നേച്ചർ ഓഫ് അക്കൗണ്ടാണെന്നാണ് നമ്മളിനി എഴുതാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ എഴുതി വെച്ചേക്കുന്ന റൂൾസ് പ്രകാരം സാലറി എവിടെ വരും? യെസ്, നോമിനൽ, ക്യാഷ് റിയൽ. ഇനി രണ്ടിൻ്റെ റൂള് നോക്കുക. നിങ്ങൾ സാലറി പേ ചെയ്തതായിട്ടൊന്ന് ഇമാജിൻ ചെയ്തു. നിങ്ങളുടെ ഫേമിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി. ക്യാഷ് ഏത് നേച്ചർ ഓഫ് അക്കൗണ്ടാ? റിയൽ അക്കൗണ്ട്. അതിൻ്റെ റൂള് നോക്കിയേ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പം ക്യാഷ് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സാലറി ഏത് നേച്ചറാ? നോമിനൽ. അപ്പം നോമിനൽ ആണെങ്കിൽ അതിൻ്റെ റൂൾ എന്താണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. സോ സാലറി ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. നെക്സ്റ്റ്, പെയ്ഡ് ടു അർജുൻ. അർജുന് നിങ്ങൾ കൊടുത്തു. എന്ത് കൊടുത്തു? ക്യാഷ് കൊടുത്തു. ആ ട്രാൻസാക്ഷൻ്റെ അകത്ത് രണ്ട് അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? അർജുനും ക്യാഷും. അർജുൻ ഏതാണ്? പേഴ്സണൽ. ക്യാഷ് റിയൽ. അപ്പം നോക്കിയേ, പേഴ്സണൽ അക്കൗണ്ടുമായി റിയൽ അക്കൗണ്ടുമായി. ഇനി അതിൻ്റെ രണ്ടിൻ്റെ റൂളാണ് നോക്കണ്ടേ. അർജുന് പേ ചെയ്തു. എന്ത് പേ ചെയ്തു? ക്യാഷ്. നോക്കിയേ, ക്യാഷ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആയിരുന്നു, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ആയിരുന്നു. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അർജുന് ക്യാഷ് കൊടുത്തപ്പോൾ അർജുൻ എന്ത് ചെയ്തു? ഡെബിറ്റ് ദ റിസീവർ. സോ അർജുൻ ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. അടുത്ത ട്രാൻസാക്ഷൻ, റിസീവ്ഡ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു. ഏതൊക്കെ അക്കൗണ്ടാണ്? ക്യാഷും ഇൻട്രസ്റ്റും. ക്യാഷ് റിയൽ, ഇൻട്രസ്റ്റ് നോമിനലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ റൂൾ എടുക്കുക. ക്യാഷ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നിങ്ങൾ റിസീവ്ഡ് ഇൻട്രസ്റ്റ് നിങ്ങൾ റിസീവ് ചെയ്തു. ക്യാഷ് ആയിട്ടല്ലേ റിസീവ് ചെയ്തേ? ഡെബിറ്റ് ക്യാഷ്. ഇൻട്രസ്റ്റ് നോമിനലാണ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. സോ ക്യാഷ് ഡെബിറ്റ്, ഇൻട്രസ്റ്റ് ക്രെഡിറ്റ്. നെക്സ്റ്റ്, പർച്ചേസ് മെഷീനറി. മെഷീനറി വാങ്ങി. മെഷീനറിയും ക്യാഷും. മെഷീനറി ഏത് നേച്ചറാണ്? ക്യാഷ് ഏത് നേച്ചറാണ്? രണ്ടും റിയലാണ്. അപ്പോൾ ഒറ്റ റൂള് നോക്കിയാൽ മതി. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. മെഷീനറി വന്നു, ക്യാഷ് പോയി. മെഷീനറി ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. സോൾഡ് ഫർണിച്ചർ. ഫർണിച്ചർ വിറ്റു. ഫർണിച്ചറും ക്യാഷും രണ്ടും റിയലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് വന്നു, ഫർണിച്ചർ പോയി. ഡെബിറ്റ് ക്യാഷ്, ക്രെഡിറ്റ് ഫർണിച്ചർ. നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റഡ് ഇൻ ടു ബിസിനസ്. ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ. എന്താ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്? ക്യാഷാണ്. ഒരാളാണല്ലോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏത് നേച്ചറാണ്? പേഴ്സണലാണ്. ക്യാഷ് റിയൽ. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് റൂൾ നോക്കണം, റിയൽ അക്കൗണ്ട് റൂൾ നോക്കണം. ഡെബിറ്റ് ക്യാഷ്, ക്രെഡിറ്റ് ക്യാപിറ്റൽ. നെക്സ്റ്റ്, പെയ്ഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിലേക്ക് പേ ചെയ്തു. ബാങ്കും ക്യാഷും. ക്യാഷ് റിയലാണ്, ബാങ്ക് പേഴ്സണലാണ്. ഡെബിറ്റ് ബാങ്ക്, ക്രെഡിറ്റ് ക്യാഷ്. ആ രണ്ട് റൂള് നോക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. സോൾഡ് ടു അജയ്. അജയ്ക്ക് വിറ്റു എന്നാണ്. നമ്മുടെ ഫേമിന് രണ്ട് ടൈപ്പ് സെയിൽസും ഉണ്ട്, രണ്ട് ടൈപ്പ് പർച്ചേസും ഉണ്ട്. സോൾഡ് ടു അജയ് ഫോർ ക്യാഷ് എന്നായിരുന്നു പറഞ്ഞെങ്കിൽ ഇതിനെ ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞേനെ. പക്ഷെ ഇത് ക്യാഷ് സെയിൽസ് അല്ല, മറ്റെന്താണ്? ഇത് ക്രെഡിറ്റ് സെയിലാണ്. ഇപ്പം ഇവിടെ എന്തായിരിക്കും പ്രോഡക്റ്റ് സെല്ല് ചെയ്തത്? പറഞ്ഞിട്ടില്ല. നേരത്തെ ഇവിടെ സോൾഡ് ഫർണിച്ചർ പറഞ്ഞ പോലെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അതുകൊണ്ട് ഇതിനെ ഗുഡ്സ് എന്ന് നമ്മൾ എഴുതും. ഗുഡ്സും അജയും. ഗുഡ്സ് റിയലാ, എന്തോ ഒരു ഐറ്റം, സാധനം, അത് റിയലാണല്ലോ. റിയലും പേഴ്സണലും. സോൾഡ് ടു അജയ് എന്ന് പറയുന്നത് അജയെ നമുക്ക് എടുക്കാം ഇല്ലേ? അജയ്ക്ക് നമ്മൾ കൊടുത്തു, വിറ്റു. അപ്പോൾ അജയ് എന്ത് ചെയ്യുമായിരുന്നു? ഡെബിറ്റ് ചെയ്യുമായിരുന്നു അല്ലേ? ഡെബിറ്റ് ദ റിസീവർ. അജയ് ഡെബിറ്റ് ചെയ്തു. ഗുഡ്സ് ക്രെഡിറ്റ് ചെയ്യും, പക്ഷേ ഗുഡ്സ് എന്ന് നമ്മൾ എഴുതില്ല. അവിടെ എന്തായിരുന്നു ടൈം? സോൾഡ് ആയിരുന്നു. ഇറ്റ് മീൻസ് സെയിൽസ് എന്ന് എഴുതും. ഗുഡ്സിന് പകരം സെയിൽസ് എന്ന് എഴുതും. നമ്മളിവിടെ ഫർണിച്ചർ ആയതുകൊണ്ട് ഫർണിച്ചർ എഴുതി, പക്ഷെ ഇവിടെ ഗുഡ്സ് ആയതുകൊണ്ട് നമ്മൾ ആ ഗുഡ്സ് എന്ന് എഴുതില്ല. പിന്നെന്തോ എഴുതുകയുള്ളൂ? സെയിൽസ് എന്ന് എഴുതുകയുള്ളൂ. അടുത്ത, പർച്ചേസ്ഡ് ഫ്രം സാഗർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ പർച്ചേസ് മെഷീനറി ഉണ്ടായിരുന്നു. ഇവിടെ പർച്ചേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല.
ഇവിടെ ഫോർ ക്യാഷ് എന്ന് പറഞ്ഞോ? ഇല്ല. ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ ഇവിടെ ഗുഡ്സും സാഗറും. ഏത് നേച്ചർ ഓഫ് അക്കൗണ്ട്? റിയൽ, പേഴ്സണൽ. അപ്പോൾ നോക്കിയേ, സാഗറിൻ്റെ മാത്രം നോക്കിയേ, ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. സാഗർ എന്ന് പറയുന്ന വ്യക്തികളുടെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തു. സോ സാഗർ എന്ത് ചെയ്യുമായിരുന്നു? ഡെബിറ്റ് ദ റിസീവർ ആയിരുന്നു, ക്രെഡിറ്റ് ദ ഗിവർ ആയിരുന്നു. ക്രെഡിറ്റ് ദ ഗിവറാ. ഇവിടെ ഗുഡ്സിന് പകരം പർച്ചേസ് എന്ന് എഴുതും, ക്രെഡിറ്റ് സാഗർ. അടുത്ത ക്യാഷ് പർച്ചേസ്. യെസ്, ഇവിടെ ക്യാഷ് പർച്ചേസ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ്സും ക്യാഷും. ഗുഡ്സ് റിയലാണ്, ക്യാഷും റിയലാണ്. ഡെബിറ്റ് ഗുഡ്സിന് പകരം നമ്മൾ എന്ത് എഴുതും? പർച്ചേസ് എന്ന് എഴുതും, ക്രെഡിറ്റ് ക്യാഷ്. ദ ലാസ്റ്റ് വൺ ക്യാഷ് സെയിൽസ്. സെയിം, ഗുഡ്സും ക്യാഷും രണ്ടും റിയലാണ്. ഡെബിറ്റ് ക്യാഷ്, ക്രെഡിറ്റ് ഗുഡ്സിന് പകരം നമ്മൾ സെയിൽസ് എന്ന് എഴുതും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ട്രാൻസാക്ഷൻസ് മാത്രം എഴുതുക. ഒന്നുകൂടെ ഈ കാര്യങ്ങൾ റൂൾസ് വെച്ചിട്ട് ഒന്ന് ഡിവിഷൻ ചെയ്ത് നോക്കുക. ഇനിയും നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ പ്രോബ്ലമാണ്. ഈ ഒരു 5 ട്രാൻസാക്ഷൻ നിങ്ങൾ എഴുതിയെടുക്കുക. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റായിട്ട് കമൻ്റായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് നമുക്ക് വേണ്ടത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഷിയാബ്സ് അക്കാഡമീസ് ടാലി സോഫ്റ്റ്വെയർ ക്ലാസ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.